നമസ്കാരം. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഓവർ സൈസുള്ള ഒരു ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സൈസിലേക്ക് മാറ്റാൻ ടൈലറുടെ അടുത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ആദ്യം വേണ്ടത് കറക്റ്റ് അളവിലുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് എനിക്കിപ്പം നല്ല സൈസ് കൂടുതലുള്ളതാണ്, പിന്നെ ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം ഇത് ഓൾട്ടർ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ നീളം എനിക്ക് കുറക്കണ്ട, കാരണം കുറച്ച് നീളം ഉണ്ട്, അതെനിക്ക് വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ അളവിൻ്റെ സൈസ് ടോപ്പില്ലേ, അത് ഞാനങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു പുതിയ ഡ്രസ്സില്ലേ അത് തിരിച്ചിടുക, അടിമറിച്ചിടുക. അതിനുശേഷം നമുക്കിതൊന്ന് തുന്നൊക്കെ അയക്കാനുണ്ട്. ആദ്യം ഞാൻ ആ ഒരു കൈ രണ്ടും അയച്ച് മാറ്റുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, പുറത്തുനിന്ന് വാങ്ങുന്ന, അതായത് നമ്മുടെ റെഡിമെയ്ഡ് വാങ്ങുന്ന ആ ഒരു ടോപ്പിൻ്റെയൊക്കെ സ്റ്റിച്ച് അഴിക്കാൻ എളുപ്പമായിരിക്കും. ഒന്നങ്ങ് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. മുഴുവൻ സ്റ്റിച്ചൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ആ ഒരു രണ്ട് കൈ മാത്രം എടുത്ത് മാറ്റിയാൽ മതി. അതിനുശേഷം ഷോൾഡറിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കുക. അപ്പം ചില ബിഗ് സൈസുള്ള ടോപ്പാണെങ്കിൽ ഷോൾഡറൊക്കെ വലിപ്പം കൂടുതലായിരിക്കും. പക്ഷേ എനിക്കിപ്പം ഷോൾഡറൊക്കെ കറക്റ്റാണ് കേട്ടോ. ചെറിയൊരു ഭാഗം മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. അതിൻ്റെ നമ്മുടെ കൈക്കുഴിയൊക്കെ ഇല്ലേ, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലിയറാക്കി തരാം. ആദ്യം കറക്റ്റാക്കിയിട്ട് ആ ഒരു ടോപ്പ് വെച്ചതിന് ശേഷം ആ ഒരു രണ്ട് സൈഡില്ലേ അതാണ് ഷേപ്പിൽ വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിൻ്റെ സൈസില്ലേ, അതായത് ടോപ്പിൻ്റെ ആ ഒരു ഷേപ്പ് അതിന് കറക്റ്റായിട്ട് തന്നെ അങ്ങ് വരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും ഇടുന്നില്ല. കറക്റ്റായിട്ട് അങ്ങ് ചോക്ക് കൊണ്ട് നമുക്ക് വരഞ്ഞെടുക്കാം. ആ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. രണ്ട് സൈഡും അങ്ങ് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നോക്കണം. ഷോൾഡർ ഞാൻ പറഞ്ഞില്ലേ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെന്ന്. ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ സൈസ് നിങ്ങൾക്ക് കിട്ടിയത് കുറച്ച് കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതായത് നമുക്ക് ഇവിടെ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു കൈക്കുഴിയുടെ സ്റ്റിച്ച് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടാവില്ലേ, ആ സ്റ്റിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിൽ നമ്മുടെ ആ ഒരു ടോപ്പില്ലേ ആ ടോപ്പിന് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊന്നങ്ങ് നീക്കി കഴിഞ്ഞിട്ട് നമുക്കവിടെ ഇങ്ങനെ കേവായിട്ട് വരഞ്ഞെടുക്കുക. ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ. അതായത് ഞാൻ ആ ഫ്രണ്ടിലുള്ള സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിന് കണക്കായിട്ട് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്, കാരണം എനിക്ക് എക്സസൈസ് അവിടെ ഇല്ല. എന്നാൽ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു കൈ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് കേവിലങ്ങ് വരഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കേവിൽ വരഞ്ഞ് വെച്ച ഭാഗത്ത് കട്ട് ചെയ്യരുത്. നമ്മൾ തിരക്കിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ അങ്ങ് മുറിച്ചു പോകും. അങ്ങനെ മുറിക്കാൻ പാടില്ല. അതിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് മാത്രമേ നമുക്കിത് മുറിക്കാൻ പാടുള്ളൂ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ കിട്ടണം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഒന്നങ്ങ് മാറ്റിയെടുക്കാം. നമുക്കിനി കൈക്കുഴി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ടോപ്പ് നടുഭാഗം ഇങ്ങനെ അങ്ങ് പിടിച്ചതിന് ശേഷം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. രണ്ട് കൈക്കുഴിയും ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നങ്ങ് ലെവലാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിൽ നമ്മൾ വരഞ്ഞ് വെച്ചില്ലേ ആ ഒരു ഹിപ്പ് വരെയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതും വരഞ്ഞ് വെച്ചെടുത്ത് കട്ട് ചെയ്യാൻ പാടില്ല. 1-1.25 അളവ് കൂടുതലായിട്ട് നമ്മൾ വിട്ടതിന് ശേഷം ആ ഒരു ഭാഗത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അവിടെ 1.25 അളവിൽ ഒന്നങ്ങ് വരഞ്ഞ് വെച്ചിട്ട് ചെയ്താലും മതിയാകും. ചെസ്റ്റിൻ്റെ ഭാഗം കറക്റ്റ് വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. നേരത്തെ നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ച ഭാഗമില്ലേ അവിടേക്ക് നമ്മുടെ അളവ് ടോപ്പിൻ്റെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗവും കൂടെ ഒരുമിച്ചാക്കി വെച്ചതിന് ശേഷം ചോക്ക് കൊണ്ട് ലാസ്റ്റ് ആ ഒരു ടോപ്പിൻ്റെ ഭാഗമില്ലേ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ ടാപ്പ് വെച്ചിട്ടങ്ങ് നേരെ മീൻസ് അടിഭാഗത്ത് നമ്മൾ ചോക്ക് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വെച്ചിട്ട് അതങ്ങ് വരഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ വളഞ്ഞു പോവില്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പം അടിഭാഗം നമുക്ക് അതും നീളം കുറക്കണമെങ്കിൽ അതും കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്ത് വെക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്യുക. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പും കൂടെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്യുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1.25 ഇഞ്ചിൽ നമ്മൾ എക്സ്ട്രാ വിടണം, എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 ഇഞ്ച് മാത്രമാണ് എക്സ്ട്രാ എടുത്തത്. അങ്ങനെ 1 ഇഞ്ച് കണക്കാക്കിയിട്ട് ഒരു വരയും കൂടെ വരഞ്ഞിട്ട് അതിന് കണക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ചില്ലേ അത് വീതി കുറച്ചിട്ട് മതി, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 1.25 എടുക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക, ആദ്യ ഭാഗം മടക്കുമ്പോൾ ഇതൊന്നും കാണിച്ചു തരാം. മടക്കുമ്പോൾ നമ്മൾ ആ ഒരു വരയുടെ കണക്കായിട്ടാണ് വരിക. രണ്ടാമത്തെ മടക്കിലാണ് ആ കറക്റ്റ് നമ്മുടെ ആ ഒരു വരയിലേക്ക് വരിക. അത് നമ്മുടെ ആ ഒരു വീതി നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പം ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗമല്ലേ ജസ്റ്റ് ഒന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കിനി കൈയും കൂടെ ഒന്നങ്ങ് റെഡിയാക്കി എടുക്കണം.
ആദ്യം രണ്ട് കൈയും ഇതിപ്പം സ്റ്റിച്ച് കാണുന്ന രീതിയിൽ തിരിച്ചിട്ടിട്ടാണ് ഉള്ളത്. രണ്ട് കൈയും ഒരുമിച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ കൈ വെക്കുക. നിങ്ങൾക്ക് അളവിൻ്റെ കൈയില്ലേ അതിനേക്കാൾ ഇത്തിരി നീളം കൂടുതലാണ് വേണ്ടതെങ്കിൽ നമ്മുടെ പുതിയ ടോപ്പിൻ്റെ കൈയില്ലേ അതിൻ്റെ തുമ്പ് ഭാഗത്ത് നമുക്ക് കറക്റ്റാക്കി വെക്കരുത്. കാരണം തുമ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അതല്ല, അളവ് കൈയുടെ അത്രയും കറക്റ്റാണ് വേണ്ടതെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മുന്നോട്ടേക്ക് മാറ്റിയിട്ട് തുമ്പ് ഭാഗത്ത് തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗമില്ലേ ആ കൈക്കുഴിയുടെ ആ ജോയിൻറ്റ് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് നോക്കി നോക്കി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു കൈ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്യാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു വണ്ണം ഇല്ലേ അതും ഞാനൊന്ന് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് തയ്യൽ തുമ്പ് വെച്ചിട്ട് 1 ഇഞ്ച് കണക്കാക്കിയിട്ട് അന്നങ്ങ് കട്ട് ചെയ്താൽ മതി. നമ്മുടെ നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ അവിടെ മാർക്ക് ചെയ്താൽ വെച്ചാൽ ഞാൻ വരഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷോൾഡറിൻ്റെത്. അവിടെയും ഈ പറഞ്ഞ മാതിരി 1/2 ഇഞ്ച് ഒന്ന് മാറ്റിയിട്ടെന്നങ്ങ് കട്ട് ചെയ്ത് വെക്കാം. ഇവിടെയൊക്കെ 1/2 ഇഞ്ച് മതിയാകും. പക്ഷേ നമ്മുടെ ഷെയ്പ്പാക്കുന്ന ഭാഗമില്ലേ അവിടെയും കൈയുടെ ഭാഗത്തൊക്കെ 1 ഇഞ്ച് 1.25 എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് നമുക്ക് ഒരു സൈസ് കൂട്ടണമെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. ഇനിയിപ്പം കഴുത്തിൻ്റെ ഭാഗം അതായത് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷോൾഡറൊക്കെ മലർന്നു പോകുന്ന വിഷയം ഉണ്ടെങ്കിൽ 2 ഷോൾഡർ ഒന്നങ്ങ് അടിച്ചതിന് ശേഷം കൈ വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്കിപ്പം കഴുത്തൊന്നും മലർന്നു പോകുന്ന ഒരു വിഷയമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗമില്ലേ കൈയുടെ ഈ ഒരു ഭാഗത്ത് ഞാനൊരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതായത് കൈ മടക്കിയിട്ട് വരുന്ന ആ ഒരു മിഡിൽ പാർട്ടില്ലേ അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ കട്ടിങ്ങും ആ ഷോൾഡറും കറക്റ്റ് ആക്കിയിട്ടാണ് വെക്കേണ്ടത്. പക്ഷേ ആ ഷോൾഡറിൻ്റെ അതായത് ടോപ്പിൻ്റെ നല്ല ഭാഗം വെക്കുക. നല്ല ഭാഗം വെച്ചതിന് ശേഷം ആ ഒരു കൈയുടെ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഭാഗമില്ലേ അത് തിരിച്ചിട്ടിട്ട് ആണ് ഉള്ളത്. എന്നിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് വയ്ക്കുക. എങ്കിലത് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കൈ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്താണ് ആ കൈയുടെ മിഡിൽ പാർട്ട് വെച്ചിട്ട് താഴേക്ക് എടുക്കുന്നത്. എന്നിട്ട് റിവേഴ്സ് അടിക്കുകയാണല്ലോ. പക്ഷേ ചിലർ അടിയിൽ നിന്ന് തുടങ്ങും. അതായത് താഴത്തെ ജോയിൻറ്റിൽ നിന്ന് നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കൈ വെച്ചതിന് ശേഷം തുടങ്ങും. പക്ഷേ എനിക്കങ്ങനെ ശരിയാവില്ല കേട്ടോ. കാരണം കൈയുടെ ഭാഗം പിന്നെ എക്സസ് ആയിട്ട് വരും. ഇങ്ങനെ നടുഭാഗത്ത് അതായത് ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. ഇതായിരിക്കും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അതിനിടയിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. നടുഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റിവേഴ്സ് അടിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുവന്നിട്ട് വീണ്ടും നടുഭാഗത്തേക്ക് തന്നെ സ്റ്റിച്ച് കൊണ്ടുവരിക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് വേറൊരു ഗുണവും കൂടിയുണ്ട്. അതായത് എക്സസ് ആയിട്ട് കൈ വരികയില്ല. അതുമാത്രമല്ല 2 സ്റ്റിച്ച് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കൈയുടെ ഭാഗത്ത് എപ്പോഴും 2 സ്റ്റിച്ച് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ കണ്ടോ തിരിച്ചിടുമ്പോൾ കൈ അങ്ങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡ് വെക്കാം. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു കൈയുടെ ആ ഒരു നടുഭാഗം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ മാർക്ക് ചെയ്ത ഭാഗം അത് വെച്ചിട്ട് അവിടുന്ന് താഴേക്ക് അടിക്കുക. അതിന് ശേഷം റിവേഴ്സ് അടിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്യുക. അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇതൊന്നങ്ങ് പറയുന്നത്. ഇതാണല്ലോ നമുക്ക് ഈ ഒരു ഭാഗമാണല്ലോ കൈ വെക്കുമ്പോൾ ടോപ്പിൻ്റെ ഭാഗം നല്ല വശവും കൈ മറുവശമാണ് ഉള്ളത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൈ അങ്ങ് തിരിച്ചിടുവാണ്. അപ്പം 2 കൈയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് 2 സൈഡും ഒന്നങ്ങ് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് കൈയുടെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കൈയിൻ്റെ ഭാഗത്ത് ആദ്യം ഒന്നങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞു വെച്ചിട്ടില്ലേ ആ വരയിലൂടെ ഒരടിപ്പാണ് ആദ്യം അടിക്കുന്നത്. നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഇല്ലേ അവിടെ വരെ ഒന്നങ്ങ് അടിച്ച് വെക്കാം. നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തെത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ആ ഒരു 2 ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ചില്ലേ അതൊരുമിച്ച് വരണം. അഥവാ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നങ്ങ് വലിച്ചു പിടിച്ചാൽ മതി. രണ്ടും കറക്റ്റായി വന്നോളും. എന്നിട്ട് നമ്മുടെ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമില്ലേ അവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നങ്ങ് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ അങ്ങ് ചെയ്യാം. ഈ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തിരിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലൂസാക്കണം എന്ന് തോന്നുവാണെങ്കിൽ ആദ്യത്തെ സ്റ്റിച്ച് നമുക്ക് അയക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അതിന് ശേഷം തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യുക. എക്സസ് ഉള്ള നൂലൊന്നും വലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല അത് തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പായിട്ട് അതായത് ഒരു കട്ടിയൊന്നും അവിടെ ഫീൽ ചെയ്യില്ല. നല്ല ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. സ്ലിറ്റാണ് അടിക്കേണ്ടത്. അതിന് താഴെ നിന്നാണ് തുടങ്ങേണ്ടത്. താഴെ നിന്ന്
കറക്റ്റായിട്ട് ലെവലായിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നമുക്ക് എത്രയാണോ ആ ഒരു സ്ലിറ്റിൻ്റെ വീതി വേണ്ടത് അതിന് കണക്കായിട്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ മടക്ക് നമ്മൾ ആ ഒരു വരയിലുണ്ടാവരുത്, രണ്ടാമത്തെ മടക്കാണ് നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചതിൽ വേണ്ടത്. ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ജോയിൻ്റെ ഭാഗം എത്തുമ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ടോപ്പ് ഒന്നങ്ങ് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പുറത്തേക്ക് കടക്കുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് വീണ്ടും താഴോട്ടേക്ക് മടക്കി മടക്കി അങ്ങ് അടിച്ചെടുത്താൽ നമ്മൾക്ക് നീറ്റായിട്ട് കിട്ടും. ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഒരു ട്രിക്കും കൂടെ ഉണ്ട്. അതായത് നമുക്കിപ്പം സാധാരണ റെഡിമെയ്ഡ് വാങ്ങുമ്പോഴൊന്നും ഇങ്ങനെ ഇതുപോലെ ചെയ്യില്ല. ഞാൻ സ്വന്തമായിട്ട് അടിക്കുവാണെങ്കിൽ ഇതേപോലെ ചെയ്യുക. അതായത് ആദ്യം ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം താഴെ നിന്ന് വീണ്ടും ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവില്ല, അതായത് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ മറുവശം, അതായത് നമ്മൾ റെയിൽവേ ട്രാക്ക് ഉണ്ടാവില്ലേ, അതുപോലെയാണ് 2 സൈഡായിട്ട് ഇതേപോലെ അങ്ങ് തുമ്പിന് ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ അങ്ങ് കൊടുക്കും. അപ്പം അവിടെ നല്ല പതിഞ്ഞങ്ങ് ഇരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ അതേ കളറ് നൂല് തന്നെ അങ്ങ് എടുത്താൽ മതി. ഈ ഒരു ഒന്നും മനസ്സിലാവുകയില്ല, പക്ഷെ നല്ല നീറ്റായിട്ട് ഈ ഭാഗമൊക്കെ കിട്ടുകയും ചെയ്യും. മറുവശവും ഇതേപോലെ അങ്ങ് ഇതേ രീതിയിൽ തന്നെ അങ്ങ് അടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നീളം കുറക്കണമെങ്കിൽ അതും നമ്മൾ വരഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ 1-1.25 ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അവിടെയും ഒന്നങ്ങ് മടക്കി അടിക്കുക. അപ്പോൾ താഴത്തെ ഭാഗം അടിക്കുമ്പോൾ ഈ സ്ലിറ്റിനെ പോലെ വീതി കുറഞ്ഞിട്ടല്ല, അതിനേക്കാളും ഇത്തിരി ഒരു പൊടിക്ക് വീതി കൂട്ടിയിട്ടാണ് അടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിപ്പം നീളം കുറക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നങ്ങ് അളവ് വെച്ച് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലേ? കൈയുടെ ഭാഗവും അതുപോലെ നമ്മുടെ ആ ഒരു ഷേപ്പും സ്ലിറ്റും എല്ലാം ഒക്കെയാണ്. അപ്പം ഇനി നമുക്ക് പുറത്ത് കൊടുത്തിട്ട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നങ്ങ് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ക്ലിയർ ആക്കി തരാം. പിന്നെ എന്താ, ഇനിയിപ്പം ഇത് മടക്കി വെക്കുന്നത് മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് മടക്കിക്കോളൂ. ഞാനിപ്പോൾ എൻ്റെ ചുരിദാറൊക്കെ 1-2 മെത്തേഡ് നിങ്ങൾക്ക് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെയാണ് മടക്കുന്നത്, പാൻറ്റും ടോപ്പും കൂടെ എല്ലാം ഒരുമിച്ച് വെക്കുന്ന രീതിയിൽ. ഇതിലൊന്നും ഒരു കാര്യമില്ല, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കും. എന്നാലും നമ്മുടെ ഷെൽഫൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു മനസ്സുഖമില്ലേ, അതൊന്നും ആരോടത്തും നമുക്ക് പറഞ്ഞിട്ട് അത് മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ചെയ്യുന്നവർക്ക് അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടെ ഉണ്ടാവണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.